4.5 കിലോ വലിപ്പമുള്ള യൂട്രസുമായിട്ട് ഇത് കണ്ട പൂർണ്ണ ഗർഭിണിയാണ് തോന്നുന്നു. ഈ ഓപ്പൺ സർജറി കൊണ്ട് എൻഡോമെട്രിയോസിന് ഒരു പ്രയോജനമില്ല. ഈ സിസ്റ്റ് ജസ്റ്റ് ചൊക്കിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഒട്ടലുകൾ മാറ്റാൻ മാത്രമേ ഓപ്പൺ സർജറിയിൽ പറ്റത്തുള്ളൂ. വെൽക്കം ടു ലൈഫ് ലൈൻ പ്ലസ്. ഗൈനക് ലാപ്രോസ്കോപ്പിയെക്കുറിച്ചും അതിലെ അഡ്വാൻസ് ട്രീറ്റ്മെന്റിനെ പറ്റിയും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഗൈനക് ലാപ്രോസ്കോപ്പി സർജൻ ഡോക്ടർ സിറിയക് പാപ്പച്ചനാണ് ഇന്നോടൊപ്പം ഉള്ളത്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, എന്താണ് ഗൈനക് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ ഹോൾ സർജറി? ഏതൊരു അസുഖവും നമുക്ക് രണ്ട് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന് ഓപ്പൺ ശസ്ത്രക്രിയ, അതായത് വയറ് കീറി നമ്മൾ എന്ത് പ്രോബ്ലം ഉള്ളത് അത് സോർട്ട് ചെയ്യുക, പുറത്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുക്കുക. ഓക്കെ, അത് ഓപ്പൺ ശസ്ത്രക്രിയ. ഈ സെയിം അസുഖം നമുക്ക് താക്കോൽ ദ്വാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. താക്കോൽ ദ്വാരമായിട്ട് പറയുമ്പോൾ 2-3 ചെറിയ കിഴുത്തയെ വയറിൽ വരത്തുള്ളൂ. ഒരു കിഴുത്തയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 5 മില്ലിമീറ്റർ, മാക്സിമം ഒരു 10 മില്ലിമീറ്റർ. അത് നമുക്ക് 2-3 കിഴുത്ത എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടെ കാണാനും, ബാക്കി നമുക്ക് 2 കൈ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം 2 കിഴുത്തേ കൂടെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഇട്ട് നമുക്ക് സർജറി ചെയ്യാനാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ഗൈനക് ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഈ നോർമൽ സർജറിയിൽ നിന്നും ഈ സർജറി എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? നമുക്ക് ഈ നോർമൽ സർജറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറ് കീറി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വലിയ മുറിവാണ് നമ്മുടെ വയറിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു പേഷ്യൻറ്റിന് ഓപ്പൺ ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 3 മാസത്തെ ലീവ് ആവശ്യപ്പെടും. അപ്പം ഒരു സ്ത്രീ, ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇപ്പോഴും ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീ 3 മാസം ഒരു ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ, ഇപ്പം അവർ ജോലി ചെയ്യുവാണെങ്കിൽ 3 മാസം ജോലിയിൽ നിന്ന് പോകും. അതല്ല വീട്ടിലെ ജോലിയാണെങ്കിൽ 3 മാസം നമ്മൾ വേറൊരാളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും 3 മാസം ജോലി ചെയ്യാനായിട്ട്. പിന്നെ അതുണ്ടാക്കുന്ന മുറിവ് വലുതായിരിക്കും, അതിൻ്റെ വേദന കൂടുതലായിരിക്കും, മുറിവിൻ്റെ പാടുകൾ വലുതായിരിക്കും. അതുപോലെ തന്നെ ഈ ഓപ്പൺ ശസ്ത്രക്രിയ ആകുമ്പം വീണ്ടും ഈ ഹെർണിയ അങ്ങനത്തെ സംഭവങ്ങൾ ഈ സെയിം ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്ത് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മുന്നോട്ട് പോകുമ്പോഴും ഈ വേദനയും ബുദ്ധിമുട്ടും ചിലർക്ക് വീണ്ടും വരാനും, ഈ ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്ത സ്ഥലങ്ങളിൽ ഒട്ടലുകൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക്, അതുപോലെ ഈ ബ്ലീഡിങ്ങും കുറച്ച് കൂടുതലായിരിക്കും ഓപ്പൺ ശസ്ത്രക്രിയയിൽ. അതുപോലെ ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുവാണെങ്കിൽ, അതുപോലെ ഓപ്പൺ ശസ്ത്രക്രിയ ആണെങ്കിൽ പോലും നമുക്ക് കാണുന്നത് നമുക്ക് ദൂരെ നിന്നായിരിക്കും. നമുക്ക് ഒരിക്കലും വയറിനകത്ത് പോയി കാണാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ കാഴ്ചയും ശരിക്കും ഒരു ലിമിറ്റഡ് ആണ് ഈ ഓപ്പൺ ശസ്ത്രക്രിയകത്ത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വലുതായിട്ട് നമുക്ക് വയറ് കട്ട് ചെയ്യേണ്ടി വരും. മേളിൽ തൊട്ട് താഴെ വരെ കട്ട് ചെയ്താലേ നമുക്ക് അതനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കാനും വളരെ വ്യാപ്തിയിൽ നമുക്ക് കാണാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓപ്പൺ ശസ്ത്രക്രിയയുടെ പ്രോബ്ലം. ഇതെല്ലാം നമുക്ക് താക്കോൽ ദ്വാരമായിട്ട് മാറ്റാൻ പറ്റും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ എത്ര വലിയ ഒരു പ്രോബ്ലം ആണെങ്കിലും, അത് ക്യാൻസർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലാപ്രോസ്കോപ്പി വഴി അല്ലെങ്കിൽ താക്കോൽ ദ്വാരമായിട്ട് ചെയ്യാം. അപ്പം ഉണ്ടാകുന്ന മുറിവുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. മറ്റേത് ഒരു 15-20 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളിടത്ത് നമുക്ക് ഒരു 1/4 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ വരത്തുള്ളൂ മുറിവിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന പാടുകൾ വളരെ ചെറുതായിരിക്കും, മുറിപ്പാടുകൾ ഭയങ്കര ചെറുതായിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി അത് കോസ്മെറ്റിക്കാണ്. രണ്ടാമത് നമ്മളിപ്പം ബ്ലീഡിങ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലാപ്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ, ജർമ്മൻ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഭയങ്കര അഡ്വാൻസ് ടെക്നോളജിയാണ്. ബ്ലീഡിങ്ങും രക്തചൊരിച്ചിലൊക്കെ വളരെ 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 കുറവാണ്. നമ്മുടെ ഒരു സർജറി കഴിഞ്ഞ് ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യകത ലെസ് ദാൻ 0.01% ആണ്, വളരെ കുറവാണ് ഇതിന് ആവശ്യം വരുന്നത്. പിന്നെ ഇതുണ്ടാക്കുന്ന റിക്കവറി ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോഴും മുറിവിന് വ്രണം ഉണ്ടാവാൻ അല്ലെങ്കിൽ പഴുപ്പുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു സെയിം പേഷ്യൻ്റ് നമ്മൾ കീഹോളായിട്ട് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുറിവ് ചെറുതായതുകൊണ്ടും വ്രണങ്ങൾ അല്ലെങ്കിൽ പഴുപ്പുണ്ടാകുന്ന റിസ്ക് വളരെ കുറവായതുകൊണ്ടും അവരുടെ റിക്കവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പം ഒരു ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ വരുന്നുള്ളൂ. ഒരാഴ്ച കിടക്കേണ്ട അസുഖം നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പേഷ്യൻറ്റിനെ വീട്ടിൽ വിടാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ തുടർ ചികിത്സകൾ, അതുപോലെ അവരുടെ ബാക്ക് ടു നോർമൽ ലൈഫ്, അവർക്ക് വീട്ടിലെ ജോലി ചെയ്യുന്നതിന് ഒരു 3-4 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ
ഇപ്പോൾ ഓഫീസ് വർക്ക് അങ്ങനത്തെ ആണെങ്കിൽ വിത്തിൻ 1 വീക്ക് അവർക്ക് ഓഫീസിൽ പോകാൻ പറ്റും. ഇത് ഞാൻ വലിയ ശസ്ത്രക്രിയകളുടെ കാര്യം പറഞ്ഞു, ചെറിയതല്ല. അതുപോലെ തന്നെ ബാക്കി എല്ലാ റൊട്ടീൻ ആക്ടിവിറ്റീസും വിത്തിൻ 1 or 2 വീക്സ് അവർ ചെയ്യാൻ പറ്റും. അതേസമയം ഈ അത്ര വലുതല്ലാത്ത ശസ്ത്രക്രിയയാണെങ്കിൽ വിത്തിൻ 1 ഡേ തന്നെ അവർക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയ പ്രത്യേകത. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഓപ്പൺ സർജറി നമുക്ക് കാണാൻ പറ്റുന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ താക്കോൽദ്വാരത്തിനകത്ത് നമ്മുടെ ക്യാമറ ലെൻസുകൾ അത് നമ്മുടെ വയറിനുള്ളിൽ ഏതറ്റം വരെയും പോകാൻ പറ്റും. നമുക്കത് വയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ചെറിയ ലെൻസുകളാണ്, 5 മില്ലിമീറ്റർ ഒക്കെ ഉള്ളൂ. അത് ഏതറ്റവും പോകാൻ പറ്റും. നമ്മുടെ ഇടുപ്പിൻ്റെ ഏറ്റവും മൂലകളിൽ വരെ ഇത് പോകുവാനും അതിനകത്ത് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും എല്ലാം ഈ ക്യാമറ കണ്ണുകൾക്ക് പറ്റുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കാണാൻ ഉള്ള ചാൻസുകൾ, അതായത് പേഷ്യൻ്റെ ഉള്ളിലെ പ്രോബ്ലംസ്, അസുഖങ്ങൾ കണ്ട് ചികിത്സിക്കുന്നതിനകത്ത് ഏറ്റവും മികവുറ്റ രീതിയാണ് താക്കോൽദ്വാര ശസ്ത്രക്രിയ. അപ്പം നമുക്ക് ആ കംപ്ലീറ്റ് അസുഖം മാറ്റാനും ഇതിലൂടെ പേഷ്യൻസിന് ഫാസ്റ്റ് റിക്കവറി, കോംപ്ലിക്കേഷൻസും കുറവ് ലാപ്രോസ്കോപ്പിക്കകത്താണ്. അതുപോലെ ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സർജറികൾ പോലും നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ലാപ്രോസ്കോപ്പിയുടെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഗൈനക്കോളജി രോഗങ്ങൾക്കാണ് ലാപ്രോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്? നമുക്ക് ക്യാൻസറിനകത്ത് എല്ലാ രോഗങ്ങളും നമുക്ക് കീഹോളായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ക്യാൻസർ ആണെങ്കിൽ പോലും ഏർലി ക്യാൻസേഴ്സ് നമുക്ക് കീഹോളായിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഫൈബ്രോയിഡ്സ്, നമ്മുടെ യൂട്രസിൽ മുഴകളുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ചികിത്സയാണ് എപ്പോഴും മുഴകൾക്ക് വരുന്നത്. ഇപ്പോൾ ഫാമിലി കംപ്ലീറ്റ് അല്ലാത്ത പേഷ്യൻ്റ്, അതായത് കുട്ടികൾ വേണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്ത് മുഴകൾ മാത്രമായിട്ട് വേണമെങ്കിൽ മാറ്റാം. ഇനി അതല്ല, ഓൾറെഡി ഫാമിലി കംപ്ലീറ്റ് ആണ്, 2 കുട്ടികളുണ്ട്, ഇനി കുട്ടികളൊന്നും വേണ്ട, ബ്ലീഡിങ് ഓവറായിട്ടുണ്ടാകുന്നുണ്ട്, ഒരു 40 വയസ്സിന് മേളിലായി അല്ലെങ്കിൽ 45 വയസ്സിന് മേളിലായി, വേദനയാണ്, അസഹനീയമാണ്, അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് നമുക്ക് താക്കോൽദ്വാരമായിട്ട് നമുക്ക് യൂട്രസ് മൊത്തത്തിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് അത് കൺസർവേറ്റീവ് സർജറിയാണ്, നമ്മൾ ആ മുഴകൾ മാത്രം മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ. അപ്പോൾ അതിനകത്ത് നമുക്ക് പേഷ്യൻസിന് രണ്ടിനും ബാക്ക് ടു നോർമൽ ലൈഫ് എല്ലാം സെയിം ആണ്. അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട. മുഴകൾ മാത്രം മാറ്റിയാലും യൂട്രസ് മൊത്തത്തിൽ മാറ്റിയാലും റെസ്റ്റും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പം ഒരു ഫൈബ്രോയിഡിനെ സംബന്ധിച്ചോളം നമുക്ക് യാതൊരു വിധത്തിൽ അത് ഓപ്പൺ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു യൂട്രസിന് 3 അറകളാണ്. ഏറ്റവും ഉള്ളിലെ അറ, അതായത് പീരീഡ് വരുന്ന ഭാഗത്തിലെ എൻഡോമെട്രിയൽ ക്യാവിറ്റി എന്ന് പറയും, അതിനകത്തുണ്ടാകുന്ന മുഴകളാണെങ്കിൽ നമുക്ക് ഈവൻ വയറിൽ പോലും ഇരുത്തിയിടാതെ നാച്ചുറൽ ഒറിഫൈസ് പറയും, അതായത് നമ്മുടെ വജൈനൽ ഉള്ളിലൂടെ പോയിട്ട് നേരെ ഈ യൂട്രസിനുള്ളിലൂടെ പോയിട്ട് നമുക്ക് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, താക്കോൽദ്വാര ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വയറിലും പാടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഏറ്റവും അഡ്വാൻസ് ടെക്നിക്സ് ആണ്. അതിലൂടെ ഒറ്റ ദിവസം പരിപാടി വരും, രാവിലെ വരിക, വൈകിട്ട് വീട്ടിൽ പോവുക, നോ റെസ്റ്റ്. അത്ര അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആണെങ്കിൽ പിന്നെ വയറ് കീറി വേണം അതൊക്കെ മുഴകൾ പുറത്തിടും. ഈവൻ യാതൊരു വിധത്തിലുള്ള റെസ്റ്റോ കാര്യങ്ങളോ അതിന് വേണ്ട. ഈ സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ ഓവറിയിലെ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും. ഇപ്പം ഓവറിയിൽ പല ടൈപ്പിലുള്ള സിസ്റ്റുകളുണ്ട്. സിറസിസ്റ്റ് എന്ന് പറയും, അതിനകത്ത് വെള്ളക്കെട്ടായിരിക്കും. പിന്നെ മ്യൂസിനസ് സിസ്റ്റം എന്ന് പറയും, അതിനകത്ത് ചിലപ്പോൾ മൂക്കള പോലത്തെ സിസ്റ്റുകളാകാം. അല്ലെങ്കിൽ ഡെർമോയിഡ് സിസ്റ്റം എന്ന് പറയും, അതിനകത്ത് മുടികൾ, അതുപോലെ ബോണി പീസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് ആകാം, ചോക്ലേറ്റ് സിസ്റ്റ് ആകാം. ഏത് ടൈപ്പ് സിസ്റ്റ് ആണെങ്കിലും നമ്മൾ ഈ സർജറിക്ക് മുന്നേ എല്ലാ പേഷ്യൻസിൻ്റെയും നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സ് വന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ട്യൂമർ മാർക്കേഴ്സ് നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഷ്യൻസ് എല്ലാം നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യാം. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും സർജറി ഏറ്റവും അഡ്വാൻസ് രീതി ചെയ്യുന്നുണ്ട്. റെസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട. എത്ര വലിയ സിസ്റ്റ് ആണെങ്കിലും ശരി, ഞാൻ ഒരു 11 കിലോ ഉള്ള ഒരു സിസ്റ്റ് ഒരു പേഷ്യൻ്റ് എടുത്തിട്ടുണ്ട് കീഹോളായിട്ട്. അപ്പം അതുപോലും താക്കോൽദ്വാരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പേഷ്യൻ്റ് ഒറ്റ ദിവസത്തെ അഡ്മിഷനേ ഉള്ളൂ. അപ്പം അതൊക്കെ ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യണമെങ്കിൽ വലിയ മുറിവുണ്ടാക്കി വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം സിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാം, മുഴയുണ്ടെങ്കിൽ നീക്കം ചെയ്യാം. എൻഡോമെട്രിയോസിസിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് ഒട്ടലും കാര്യങ്ങളും വരും, കുടലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് ചിലപ്പോൾ ഓപ്പൺ സർജറിയിൽ അറിയാൻ പോലും പറ്റത്തില്ല, ഇത് എവിടെയൊക്കെ ഒട്ടിയിരിക്കുന്നത് പോലും അറിയാൻ പറ്റില്ല. നമുക്ക് ഓപ്പൺ സർജറി കാണുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ട്യൂബിൻ്റെയൊക്കെ ഒട്ടലുകൾ കംപ്ലീറ്റ് റിലീസ് ചെയ്യാനോ അതിനോടനുബന്ധിച്ചുള്ള ഒട്ടലുകൾ മാറ്റാനോ ഒന്നും ഓപ്പൺ സർജറിയിൽ പറ്റത്തില്ല. ഇതെല്ലാം നമുക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയയിൽ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം താക്കോൽദ്വാര ചെയ്യുമ്പോൾ ഒട്ടലുകളൊക്കെ മാറ്റി ട്യൂബൊക്കെ ഫ്രീ ചെയ്ത് ഒരു പ്രഗ്നൻസി ആകാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇത് ഈ സർജറി കൊണ്ട് 100% ബെനിഫിറ്റ് താക്കോൽദ്വാരമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒട്ടലും മാറ്റി സിസ്റ്റം മാറ്റി കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറലി പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പറ്റും.
ഈ സെയിം അസുഖങ്ങൾ ഇപ്പം നമ്മളൊരു ഫാമിലി കംപ്ലീറ്റഡ് പോയി പേഷ്യൻസിനാണെങ്കിൽ ഈ എൻഡോമെട്രിയോസിസ് ആണ് ഭയങ്കര ഒട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ താക്കോൽദ്വാരമായിട്ട് ചെയ്തിട്ട് എല്ലാ അസുഖവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മാറ്റി നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ആൻഡ് സർജറി താക്കോൽദ്വാരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് താക്കോൽദ്വാരത്തിൻ്റെ പ്രത്യേകത. ചില പേഷ്യൻസിന് ഈ ട്യൂബിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോലും ട്യൂബിന് നീർക്കെട്ടുണ്ടായിരുന്നെങ്കിൽ ട്യൂബിൽ പ്രസവം നിർത്തിയതിനു ശേഷം തിരിച്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത് പോലും നമുക്ക് താക്കോൽദ്വാരമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് അസുഖവും നമുക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയയായിട്ട് ചെയ്യാം. ഡോക്ടർ, ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്കും ഇൻഫെർട്ടിലിറ്റി ചികിത്സ ചെയ്യുന്നവർക്കും ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആണ്? നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ഓപ്പൺ സർജറി നമുക്ക് ഒരിക്കലും ആവശ്യമില്ല നമുക്ക് ഏതൊരു പേഷ്യൻ്റ് ആണെങ്കിലും. എൻഡോമെട്രിയോസിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടലുകളാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഈ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ സിസ്റ്റ് എന്ന് പറയുന്നത് ഓവറിക്കകത്തുള്ളൊരു ഭാഗമാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ പുറത്ത് ഉള്ള ഒട്ടലുകൾ, അതായത് നമ്മുടെ ഇടുപ്പിനകത്തുള്ള എല്ലാ ഓർഗൻസും ഈ എൻഡോമെട്രിയോസിസ് വന്നു കഴിയുമ്പോൾ ഒട്ടലുകൾ കയറി പിടിക്കും. അപ്പോൾ അതിനകത്ത് ആദ്യം ഒട്ടിപ്പിടിക്കുന്നത് ട്യൂബാണ്, ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ അണ്ടവാഹിനിക്കുഴൽ എന്ന് പറയും, അത് ഒട്ടിപ്പിടിക്കും. ഈ അണ്ടവാഹിനിക്കുഴലാണ് ശരിക്കും ഒരു പ്രഗ്നൻസിക്ക് സഹായിക്കുന്നത്, ഒരു കുഞ്ഞുണ്ടാവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ അണ്ടവാഹിനിക്കുഴലാണ്. അപ്പം അത് കയറി ഒട്ടിപ്പിടിക്കും. പിന്നെ അടുത്ത് ഒട്ടിപ്പിടിക്കുന്നത് കുടലായിരിക്കും. വൻകുടൽ കയറി ഒട്ടിപ്പിടിക്കും. യൂട്രസിൻ്റെ അടിയിൽ ട്യൂബും ഓവറി എല്ലാം കൂടെ കവർ ചെയ്തിട്ട് കുടൽ ഒട്ടിപ്പിടിക്കും. പിന്നെ മൂത്രസിൻ്റെ ഒട്ടിപ്പിടിക്കും. ഇനി ഇതെല്ലാം ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ട് കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബ്, മൂത്രസഞ്ചിയിലോട്ട് പോകുന്ന ട്യൂബ് ഇതിനകത്തോട്ട് ഒട്ടലിനകത്തോട്ട് കയറി വന്നിട്ട് അതിൽ ഫൈബ്രോസിസ് ഉണ്ടാകും. അതിനകത്ത് മൂത്രം പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് കിഡ്നിയിൽ വരെ നീർക്കെട്ട് വരാം. അപ്പോൾ ഇതെൻ്റെ അഡ്വാൻസ് സ്റ്റേജാണ്. അപ്പം ഇത്രയും പ്രോബ്ലംസ് ഒരു പേഷ്യൻ്റ് എൻഡോമെട്രിയോസിസ് വഴി ഉണ്ടാകാം. ഒരു കുഞ്ഞിനെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ സർജറി കൊണ്ട് എൻഡോമെട്രിയോസിന് ഒരു പ്രയോജനവുമില്ല. ഈ സിസ്റ്റ് ജസ്റ്റ് ചൊക്കിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഒട്ടലുകൾ മാറ്റാൻ മാത്രമേ ഓപ്പൺ സർജറിയിൽ പറ്റത്തുള്ളൂ. അതേസമയം ഈ സെയിം പേഷ്യൻ്റ് നമ്മൾ താക്കോൽദ്വാരമായിട്ട് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് ഒട്ടലുകൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇടുപ്പിനകത്ത് ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്ന ഫൈബ്രോസിസ് എന്ന് പറയും, അതായത് കോശങ്ങൾ, ഇടുപ്പിനകത്ത് പേശികളും കോശങ്ങളെല്ലാം ചുരുങ്ങാൻ തുടങ്ങും. അതായത് ഈ പെയിൻ ഉണ്ടാകും, ഭയങ്കര പെയിൻ ആയിരിക്കും എൻഡോമെട്രിയോസിസ് പേഷ്യൻസ്, അകത്തുനിന്ന് ആരണ്ട് വലിക്കുന്ന പോലത്തെ ഒരു പെയിൻ ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ആ പേശികളുടെയും അല്ലെങ്കിൽ ആ കോശങ്ങളുടെയും കട്ടിക്കൂടുതലെല്ലാം നമുക്ക് കീഹോളിട്ട് കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാൻ പറ്റും. ഇതിനാണ് നമുക്ക് കംപ്ലീറ്റ് ക്ലിയറൻസ് സർജറി എന്ന് പറയുന്നത്. അങ്ങനെ എൻഡോമെട്രിയോസിൻ്റെ കംപ്ലീറ്റ് സർജറി ചെയ്ത് കഴിയുമ്പോൾ ഈ പെയിനൊക്കെ ഭയങ്കര റിലീഫ് ഉണ്ടാവും. ഇതൊക്കെ ഓപ്പൺ സർജറി നമുക്ക് കാണാനും ചെയ്യാനും ഭയങ്കര പാടാണ്, കാരണം ഇടുപ്പിനകത്ത് അത്രയും സ്പേസ് ഇല്ല ഇത് നോക്കാനായിട്ട്. നമ്മൾ വയറിനകത്ത് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇഷ്ടംപോലെ കിട്ടും. അതുപോലെ നമുക്ക് ഈ ക്യാമറ കണ്ണുകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ അതിന് മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ആ മാഗ്നിഫിക്കേഷൻ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് പോലും നമുക്ക് കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ക്ലിയർ ആക്കാം. അതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ ഒട്ടലുകൾ, അതിന് നീർക്കെട്ട്, അതിനോടനുബന്ധിച്ചുള്ള ഒട്ടലുകൾ എല്ലാം നമുക്ക് കീഹോളായിട്ട് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യാനും നാച്ചുറൽ പ്രഗ്നൻസി ആകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഈ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ മുറിവുകളൊന്നും അധികം ഉണ്ടാവത്തില്ല എന്നുള്ളത്, അതാണോ ഇതിലുള്ള മെയിൻ ഗുണം എന്ന് പറയുന്നത്? അതല്ലാതെ വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത്? എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 2 പേഷ്യൻസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, ഒരു ഡോക്ടർ പേഷ്യൻ്റ്, പുള്ളിക്കാരിക്ക് ലീവ് എടുക്കാൻ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസ് അലൗഡ് അല്ലായിരുന്നു. അപ്പം രാവിലെ വന്ന് സർജറി ചെയ്തു, വൈകിട്ട് അവിടെ പോകേണ്ടി വന്നു, പിറ്റേ ദിവസം ജോലിക്കും പോയി. അത് ഒരു ഡോക്ടർ. അതുപോലെ ഒരു വട്ടം ഹിസ്റ്റക്ടമി ചെയ്തൊരു പേഷ്യൻ്റ് 4 പോയി ഡെലിവറി കണ്ടക്ട് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അത്രയും റെസ്റ്റ് മതി എന്നുള്ളത് ഹിസ്റ്റക്ടമിക്ക് ശേഷം. പിന്നെ വേറൊരു യൂട്രസ് റിമൂവിന് ശേഷം താക്കോൽദ്വാരമായിട്ട് യൂട്രസ് റിമൂവ് ചെയ്തിട്ട് 4 പോയി ഡെലിവറി കണ്ടക്ട് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്. 9 അനസ്തേഷ്യ കൊടുത്ത ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്ത് കൊടുത്തു സർജറി ചെയ്തിട്ട് 10th ഡേ പോയി സർജറി അനസ്തേഷ്യ കൊടുത്ത ഡോക്ടേഴ്സ് ഉണ്ട്, അനസ്തറ്റിസ്റ്റ്. വേറെ വട്ടം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് വീട്ടിൽ തളർന്ന് കിടക്കുക. പുള്ളിക്കാരിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് അത് വീണ്ടും ഹൈ റിസ്ക് പറഞ്ഞു, അതുകൊണ്ട് ഓവറി യൂട്രസ് നീക്കം ചെയ്യണമായിരുന്നു. അപ്പം ഹസ്ബൻഡ് മാത്രമേ വീട്ടിൽ, ഹസ്ബൻഡ് തളർന്ന് കിടക്കുക. അപ്പം പുള്ളിക്കാരിക്ക് വീട്ടിൽ പോയിട്ട് വേണം വീണ്ടും ഹസ്ബൻഡിനെ നോക്കാൻ. അപ്പം രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് രാവിലെ തന്നെ സർജറി ചെയ്ത് വൈകിട്ട് ഡിസ്ചാർജ്, വൈകിട്ട് വീട്ടിൽ പോയി ഹസ്ബൻഡ്. അപ്പം ഹിസ്റ്റക്ടമിക്ക് ശേഷത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം അത്രയും ബ്രസ്റ്റ് മതി താക്കോൽദ്വാരം ചെയ്യുമ്പോൾ. 6 hours കഴിയുമ്പോൾ തന്നെ പേഷ്യൻ്റ് അബ്സല്യൂട്ട്ലി ഫൈൻ ആവും. 6 മണിക്കൂറിന് ശേഷം തന്നെ നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അത്ര അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ടെക്നിക്സും. ഈ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും ഭയങ്കരമായിട്ട് പേടിയുള്ളൊരു സർജറിയാണ്. സോ അതിനെ പറ്റിയിട്ട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ഇനിയും അങ്ങനെ ഒരു കൺസേൺ വേണോ?
ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകുമ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കൺസേണും ആവശ്യമില്ല. ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു എക്സ്പേർട്ടാണ്. അത്രയേ ഉള്ളൂ കാര്യം. അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം അതേ ഉള്ളൂ. ഏതൊരു ജോലി പോലെയേ ഉള്ളൂ ലാപ്രോസ്കോപ്പിക് സർജറി. അതായത് ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഒരു 15-20 കേസാണ് ലാപ്രോസ്കോപ്പി മാത്രം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈ വോളിയം സെൻറ്റേഴ്സിനകത്ത് അവർക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. അത്രയും ഫൈനാണ് സർജറീസ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വയറ് കീറുന്ന സമയം കൊണ്ട് ചില സർജറികൾ കഴിയുകയും ചെയ്യും. അത്ര ഫാസ്റ്റാണ് ലാപ്രോസ്കോപ്പി. ഇപ്പോൾ ഒരു സാധാരണ ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു OTയിലാണെങ്കിൽ ചിലപ്പോൾ 2-3 കേസേ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. പക്ഷേ കീഹോളാകുമ്പത്തിന് നമ്പർ ഓഫ് കേസസ് നമുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. നമ്മളത് ഒരു 10-15 കേസസൊക്കെ നമ്മൾ ദിവസം ചെയ്യാറുണ്ട്. അത് അത്രയും അഡ്വാൻസ്ഡ് ആണ്. ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0% ആണ്. ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്ത് വയറ് കീറുന്ന സമയവും വയറ് തുന്നുന്ന സമയവും വളരെ അധികമാണ്. പക്ഷേ കീഹോളിനകത്ത് ഇത് രണ്ടിൻ്റെ ആവശ്യമില്ല. വയറ് കീറുകയും വേണ്ട, തുന്നുകയും വേണ്ട, ജസ്റ്റ് കിഴുത്തിയിട്ട് സർജറി ചെയ്താൽ മതി. അപ്പം ഓവറോൾ സർജറി ഡ്യൂറേഷനും വളരെ കുറവാണ് ലാപ്രോസ്കോപ്പി ചെയ്യാത്തത്. അതുപോലെ എല്ലാ അസുഖവും നമുക്ക് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 4.5 കിലോ ഉള്ള യൂട്രസ്. അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു പേഷ്യൻ്റ്. അത്രയും വയറുണ്ട്. പൂർണ്ണ ഗർഭിണി വെച്ചാൽ അത്രയും പൂർണ്ണ ഗർഭിണി. ഒരു പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് 2.5-3 കിലോയെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് വന്നായിരുന്നു 4.5 കിലോ വലിപ്പമുള്ള യൂട്രസുമായിട്ട്. കണ്ട പൂർണ്ണ ഗർഭിണിയാണ് തോന്നുന്നു. ആ പേഷ്യൻ്റ് നമ്മൾ കീഹോളായിട്ട് ശസ്ത്രക്രിയ ചെയ്തു. അപ്പോൾ അത് വയറിങ്ങനെ മുന്നോട്ടിരിക്കുന്ന വയറാകുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ശസ്ത്രക്രിയ ചെയ്യാൻ മേലിൽ നിന്ന് താഴെ വരെ കട്ട് ചെയ്ത് വേണം ശസ്ത്രക്രിയ ചെയ്യാൻ. എന്നാലും യൂട്രസ് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കീഹോളായിട്ട് ചെയ്തു. ആകെ 4 കിഴുത്തിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ശസ്ത്രക്രിയ കുറച്ച് വലുതായതുകൊണ്ട് ഈ സാധനം പുറത്തെടുക്കാനുള്ള സമയം എല്ലാം കൂടെ ഏകദേശം ഒരു 6 hours എടുത്തു. പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പുള്ളിക്കാരി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. പുള്ളിക്കാരി ഫസ്റ്റ് റിവ്യൂ 7 വീണ്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നപ്പം വണ്ടി ഓടിച്ചാൽ വന്നു. ഈ സർജറിക്കാണോ ഡോക്ടറിന് വേൾഡ് റെക്കോർഡ് ലഭിക്കുക? ഓക്കെ. അപ്പം അന്ന് അത് ഫംഗ്ഷൻ നടന്നിരിക്കുന്നത് 21st ഡേ കണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി ഇവിടുന്ന് കൊച്ചിയിൽ ട്രാവൽ ചെയ്ത് വന്ന് കൊച്ചി വെച്ചായിരുന്നു ഫംഗ്ഷൻ. അപ്പം ഒരു പ്രോബ്ലം ഇല്ല, അബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ അതാണ് ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഓപ്പൺ സർജറി ആണെങ്കിൽ 3 മാസം ചുമ്മാ വീട്ടിൽ കുത്തിരിക്കണം, ഒരു പരിപാടി നടക്കത്തില്ല. പുള്ളിക്കാരുടെ വർക്ക് പോലും പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തം കാര്യം ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ള കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയും. ഇതൊന്നും ലാപ്രോസ്കോപ്പിക്ക് ആവശ്യമൊന്നുമില്ല. വരിക ചെയ്യുക, പോവുക, എല്ലാ പണിയും ചെയ്യാം, നോ റെസ്റ്റ്. ഇപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആണ്, ഒത്തിരി അഡ്വാൻറ്റേജസ് ഡോക്ടർ പറഞ്ഞു. അതേപോലെ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇതിനുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ട്രീറ്റ്മെന്റ്? എന്നെ സംബന്ധിച്ചുള്ള നെഗറ്റീവ്സ് ഒന്നുമില്ല. ഇതിനകത്തൊരു ലേണിംഗ് കർവ് ഉണ്ട്. ഈ ലേണിംഗ് കർവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ കാർ പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. കാർ ഓടിക്കുന്ന ആളെ കൊണ്ട് പ്ലെയിൻ ഓടിക്കാൻ പറ്റുമോ? ഇല്ല. പ്ലെയിൻ ഓടിക്കാൻ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്ലെയിൻ ഓടിക്കുന്ന ആളെ കൊണ്ട് ഒരു സ്കൂട്ടർ ഓടിക്കണമെന്ന് വെച്ചാൽ പറ്റുമോ? അതും ഒരു ചെറിയ വണ്ടിയാണെങ്കിലും അത് ഓടിക്കുന്നതിൻ്റെ ഒരു കഴിവ് വേണം. അപ്പോൾ അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പിയും അതിനായിട്ടുള്ള ഒരു ട്രെയിനിങ് വേണം. നല്ല ട്രെയിൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകത്തില്ല. ഓപ്പൺ സർജറിയിൽ ഉണ്ടാകുന്നതിനേക്കാളും വളരെ 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 കോംപ്ലിക്കേഷൻസ് കുറവാണ് ലാപ്രോസ്കോപ്പിയിൽ. അങ്ങനെ ഒന്നും പേടിക്കാനില്ല. പിന്നെ ചില പേഷ്യൻസ് ലാപ്രോസ്കോപ്പി ടോളറേറ്റ് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സിവിയർ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ്, പിന്നെ ഒത്തിരി എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഫിസിക്കലി തന്നെ നമ്മൾ സർജറിക്ക് മുന്നേ നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യും. ഫിസിഷ്യനും കാർഡിയോളജി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ഈ സർജറി ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, തളർന്നെടുക്കുന്ന ഒരു പേഷ്യൻ്റ്, അവർക്ക് യൂട്രസ് റിമൂവ് ചെയ്യണമായിരുന്നു. അത് നമ്മൾ അങ്ങനെ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അതൊന്നും ലാപ്രോസ്കോപ്പിയെ ബാധിക്കത്തേയില്ല. ലാപ്രോസ്കോപ്പിക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. എന്തും നമുക്ക് കീഹോളായിട്ട് ചെയ്യാം, എന്തും കീഹോളായിട്ട് ചെയ്യാം, ഒരു ലിമിറ്റേഷനും ഇല്ല. ഒരു പറയാനില്ല. ഇല്ല. പേഷ്യൻറ്റിന് വില്ലിങ് ആണോ? തീർച്ചയായിട്ടും ചെയ്യാം. പേഷ്യൻറ്റ് വില്ലിങ് ആയിരിക്കാം. ചില പേഷ്യൻസ് ഉണ്ട്, അവർക്ക് തെറ്റിദ്ധാരണയുണ്ട്. പല ആൾക്കാരും പറഞ്ഞത് കേട്ടിട്ടായിരിക്കും ചിലർ പറയും ലാപ്രോസ്കോപ്പി ചെയ്താൽ പകുതി എന്തെങ്കിലും അവിടെ ഇരിക്കും. അത് തീർച്ചയായിട്ടും ഇല്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഓപ്പൺ സർജറിയെക്കാളും ക്ലിയറൻസ് ആണ് ലാപ്രോസ്കോപ്പിക്ക്. ഇപ്പോൾ ഡോക്ടർ ലാപ്രോസ്കോപ്പി ചെയ്തവരിൽ തന്നെ വിത്തിൻ അവേഴ്സ് ഓക്കെ ആയിട്ട് പോകുന്നവരുണ്ടെന്ന് പറഞ്ഞു. എന്നാലും നോർമലി ഉള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്ചാർജ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റ് എങ്ങനെയാണ്? നമ്മുടെ ഈ ആൾക്കാർ കുറച്ചും കൂടെ ഹോസ്പിറ്റലിസ്റ്റ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 1 or 2 days നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് മിക്കവാറും എല്ലാ സർജറീസ് ഇപ്പം ഡേ കെയർ ആയിട്ട് ചെയ്യും. അപ്പോൾ അതിന് ഒരു 1 day അഡ്മിഷൻ്റെ കാര്യമേ ഉള്ളൂ. രാവിലെ വന്നിട്ട് വൈകിട്ട് വിടാൻ പറ്റും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ വിടാറുണ്ട് മിക്കവാറും എല്ലാ പേഷ്യൻസിനും. ചില പേഷ്യൻസ് ഇപ്പം ഭയങ്കര വലിയ എൻഡോമെട്രിയോസിസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില പേഷ്യൻസിന് ഡ്രെയിനൊക്കെ ഇടാറുണ്ട്, എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പുറത്തു വരാനും
അവർക്ക് 1-2 ദിവസം അവർക്ക് റെഡിയായി കിട്ടാനും. അതിനകത്ത് ഈ ചില പേഷ്യൻസിന് ഇപ്പോൾ ഭയങ്കര കുടൽ ഒട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം ഒന്നും കഴിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റില്ല. കാരണം കുടലിൽ നിന്നൊക്കെ നമുക്ക് എൻഡോമെട്രിയോസിസ് ചെത്തിയെടുക്കേണ്ടി വരും കംപ്ലീറ്റ് ക്ലിയറൻസ് സർജറിയിലൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ വരും. ചിലപ്പോൾ 1 വീക്കൊക്കെ വരാം. അങ്ങനെയുള്ള പേഷ്യൻസ്. അല്ലെങ്കിൽ ഒരു സാധാരണ യൂട്രസ് റിമൂവലിന് പോലും ശരിക്കും 1 ദിവസത്തെ അഡ്മിഷനും ഡിസ്ചാർജും ആവശ്യമുള്ളൂ. മാക്സിമം 2 ഡേയ്സ്. ഇതിൻ്റെ കൂടുതലൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക്. പെട്ടെന്ന് ബാക്ടീരിയ. ഓക്കെ. ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിനുള്ളൊരു പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എന്തുമാത്രമാണെന്നൊന്ന് പറയാമോ? നമ്മുടെ സർജൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഫെസിലിറ്റി. നമ്മുടെ ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് നമുക്കുള്ളത് ലൈഫ് ലൈനിൽ. അപ്പം ആ ടെക്നിക് അല്ലെങ്കിൽ ആ ഒരു മാസ്റ്ററിങ് ആർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഫൈൻ സർജറി. ഇപ്പോൾ ഒരു പടം വരയ്ക്കുന്നത് നമ്മളിപ്പോൾ മൈക്കലാഞ്ചലോ പടം കാണുന്നത് അല്ലെങ്കിൽ അത്ര നല്ല ഒരു ആർട്ടിസ്റ്റിക് രീതിയിൽ ചെയ്യുവാണെങ്കിൽ റിക്കവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പം സർജൻ ചെയ്യുന്ന ഡോക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കുണ്ടാകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളെല്ലാം ഇമ്പോർട്ടൻ്റ്. ജോൺസൺ, വാല്യൂ ലാബ് അങ്ങനെ എല്ലാം ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് നോക്കുന്ന ക്യാമറ വിഷൻസ് എല്ലാം 3D 4K സിസ്റ്റം, അതിനൊക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റവും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും നല്ലതാണെങ്കിൽ നമുക്ക് ഹൈ റിക്കവറി റേറ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ലാപ്രോസ്കോപ്പി എന്നത് എന്താണെന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.